ഹലോ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചാർട്ടിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ ട്രേഡിംഗ് ആപ്പുകളും അതേപോലെ എക്സ്ചേഞ്ചുകളൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ ചാർട്ട് രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക. നമുക്ക് ഓരോ ഒരു കോയിനാണെന്നുണ്ടെങ്കിലും അതേപോലെ ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിലും ഓപ്പൺ ആക്കുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്കിതുപോലൊരു ചാർട്ട് രൂപത്തിലായിരിക്കും അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സിനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ചാർട്ടിൽ കാണുന്ന ഈ ഗ്രീൻ എന്താണ്, റെഡ് എന്താണ്, അതേപോലെ ഓരോ പോയിൻറ്റ്സ് എന്താണ്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിന് മുന്നായിട്ട് നമ്മൾ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ക്രിപ്റ്റോ, അതുപോലെ എന്താണ് ബിറ്റ് കോയിൻ, എന്തിനാണ് ബിറ്റ് കോയിൻ, എന്തിനാണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് അതുകൊണ്ടുള്ള ആവശ്യം എന്നൊക്കെ അറിയാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തിനാണ് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യം. എന്നാൽ നേരെ മറിച്ച് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസി അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ മണി എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു കൺട്രോളുണ്ട്. അതായത് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്നായാലും ഒരു കൺട്രോളുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റാണ് നമ്മളെ കറൻസിയും അതേപോലെ ഈ ഡിജിറ്റൽ കറൻസിയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ക്രിപ്റ്റോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, തികച്ചും യാതൊരു കൺട്രോളുകളും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രിപ്റ്റോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അമേരിക്കയിലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ദുബായിലുള്ള ഒരാൾക്കോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ക്രിപ്റ്റോ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ നാട്ടിലൂടെ ഒന്നും ഇല്ല എന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ദുബായ് അല്ലെങ്കിൽ അതുപോലത്തെ പുറത്തുള്ള കുറച്ച് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിനാൻസ് പേ യൂസ് ചെയ്തിട്ട് ക്രിപ്റ്റോ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ് കോയിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ബിറ്റ് കോയിന് ലിസ്റ്റ് ചെയ്യുന്നത് ഒരു 2009 അതൊരു സാധാ ഒരു വെബ്സൈറ്റിലായിരുന്നു എന്ത് ചെയ്തത്, ബിറ്റ് കോയിന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു അണ്ടർ വാല്യൂ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു അന്ന് ബിറ്റ് കോയിൻ വന്ന സമയത്ത്. സാധാരണ ഒരു വെബ്സൈറ്റിൽ bitcoin.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലാണ് എന്ത് ചെയ്തത്, ബിറ്റ് കോയിൻ ആദ്യമായിട്ട് വന്നത്. അന്ന് ആളുകൾ ഇതേപോലെ തമാശ രൂപേണ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്ഫറും എക്സ്ചേഞ്ചും പരസ്പരം ചെയ്ത് പിന്നീട് 2010 ആയപ്പോഴത്തേക്കും അതിനൊരു വാല്യൂ വന്നു, $0.3 എന്ന് പറയുന്നൊരു വാല്യൂയിലേക്ക് വന്നു. പിന്നീട് അത് 2013 ആയപ്പോഴത്തേക്കും ബിറ്റ് കോയിൻ്റെ വാല്യൂ ഏകദേശം $265 മുകളിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 2017 ആദ്യമായിട്ട് ബൈനാൻസ് എക്സ്ചേഞ്ച് മുന്നോട്ട് വരുന്നത്. ബൈനാൻസ് എക്സ്ചേഞ്ച് വന്ന സമയത്ത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏകദേശം ഒരു $3,000 അടുപ്പിച്ചായിരുന്നു. പിന്നീട് അതിന് ശേഷം ഓരോ വർഷം ബിറ്റ് കോയിൻ കുതിച്ച് ഇന്ന് 2025 ഇപ്പോൾ നമ്മളിപ്പോൾ ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1,09,000 ചില്ലാനം ഡോളറിലോട്ടാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിറ്റ് കോയിൻ്റെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബിറ്റ് കോയിൻ്റെ ഗ്രോത്ത് എത്രമാത്രമാണെന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ക്ലാസ് എടുത്ത് ബോറടിപ്പിക്കുന്നില്ല, ബിറ്റ് കോയിനെ കുറിച്ചും ക്രിപ്റ്റോയെ കുറിച്ചും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ ചാർട്ട് കണ്ടോ, ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ്, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഈ ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഓപ്പൺ എന്ന് പറയുന്ന പോർഷൻ ഉണ്ടോ, ആ പോർഷനിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് ഒരു ക്യാൻഡിൽ ഉണ്ടാവും, അതേപോലെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഉണ്ടാവും, അതേപോലെ ഒരു 1 ഹവർ ടൈം പീരീഡിലുള്ള ക്യാൻഡിൽ ഉണ്ടാവും, അതേപോലെ 4 ഹവർ ടൈം പീരീഡിലുള്ള ക്യാൻഡിൽ ഉണ്ടാവും, അതേപോലെ ഒരു ഡേ പീരീഡിലുള്ള ക്യാൻഡിൽ ഉണ്ടാവും, അതേപോലെ 1 വീക്ക് ആ ഒരു പീരീഡിൽ വരുന്ന ഒരു വീക്ക്, ഒരാഴ്ച കൊണ്ട്
സംഭവിച്ച ഒരു മൂവ്മെൻറ്റിനെയാണ് അങ്ങനെ കാണിക്കുന്നത്. ഒരാഴ്ചയിൽ ആ കോയിനിൻ്റെ മൂവ്മെൻറ്റ് സംഭവിച്ചതിനെ കാണിക്കുന്ന ഒരു ക്യാൻഡിലായിരിക്കും എന്ത് 1 വീക്ക് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ആ ക്യാൻഡിലിൽ എന്തൊക്കെ മൂവ്മെൻറ്റ് സംഭവിച്ചു അതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക ആ 1 വീക്ക് ക്യാൻഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈം പീരീഡ് എത്രയാണോ ആ ക്യാൻഡിലിൽ കാണിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഇതൊരു 1 വീക്കിൻ്റെ ഒരു ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് ട്രേഡ് ഓപ്പൺ ചെയ്തത് ഈ ഒരു പോർഷനിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഓപ്പൺ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു പോർഷൻ കണ്ടോ, അവിടെയാണ് ഈ ട്രേഡ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഈ സ്റ്റോക്ക് ഒരാഴ്ച കൊണ്ട് എന്തായി, ഈ ലോ എന്ന് പറയുന്ന പോർഷൻ കണ്ടോ, ഇതിനെ നമ്മൾ ലോവർ ഷാഡോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടം വരെ ഈ സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോയിൻ അത്രയും ലോ ക്രിയേറ്റ് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും അപ്പായി, പിന്നീട് അവിടെ നിന്ന് നേരെ മുകളിലോട്ട് എന്ത് ചെയ്തു, ഹൈ എന്ന് പറയുന്ന ഒരു പോർഷൻ കണ്ടോ, ആ അത്രയും ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴെ വന്ന് ഈ ഒരു പോർഷനിൽ ക്ലോസ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു പോർഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രീൻ കളറിൽ കാണുന്ന കോയിൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു അപ്പ് മൂവ്മെൻറ്റിനെ കാണിക്കുന്നതാണ് എന്ത് ഗ്രീൻ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോസ് എന്ന് എഴുതിയ പോർഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ആരോ ഇട്ടിട്ട് ഈ ഗ്രീൻ കളറിൽ ഫുള്ളായിട്ട് കാണുന്ന പോർഷനെയാണ് നമ്മൾ റിയൽ ബോഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം, ഈ ഒരു ക്യാൻഡിൽ എന്താണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ബയേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെയാണ് എന്ത് നമ്മൾ ഈ റെഡ് കളറിൽ കാണുന്ന ക്യാൻഡിലിൻ്റെയും ഫസ്റ്റ് ഈ റെഡ് ക്യാൻഡിലിൻ്റെ പോർഷൻ ഓപ്പൺ ചെയ്ത പോർഷൻ കണ്ടോ, മുകളിലായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഓപ്പൺ പോർഷൻ വന്നിട്ടുള്ളത്. അവിടുന്ന് കുറച്ച് ഹൈ പോയി, അത്രയും ഹൈ ആ ഒരു ആഴ്ചത്തെ ഒരു ട്രേഡിങ്ങിൽ സംഭവിച്ചതാണ്. അത്രയും ഹൈ അത് ക്രിയേറ്റ് ചെയ്തു, അവിടെ ഒരു അപ്പർ ഷാഡോ ഉണ്ടാക്കി. എന്നിട്ട് നേരെ താഴെയും അതേപോലെ ഇത്രയും ലോ അത് ക്രിയേറ്റ് ചെയ്തു, താഴെ എന്ത് ചെയ്തു, ഒരു ലോവർ ഷാഡോ ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഈ ഒരു പോർഷനിലാണ്, ക്ലോസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിലാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ റെഡ് കളറിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ റിയൽ ബോഡി എന്ന് പറയുന്നത്. അത് തികച്ചും എന്താണ്, ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. അവിടെ സെല്ലേഴ്സിൻ്റെ അളവായിരുന്നു കൂടുതൽ. അങ്ങനെ ആ ഒരു ആഴ്ചത്തെ ഒരു ട്രേഡ് എന്തായിരുന്നു, ലോസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ചാർട്ടൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ചാർട്ട് മൊത്തമായിട്ട് മനസ്സിലായി എന്നല്ല, ക്യാൻഡിൽസ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടുതലും ചാർട്ടിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ശരി.